സിനിമാക്കാർക്കും സെലിബ്രിറ്റികൾക്കും ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? ലൊക്കേഷനുകളിലെ പീഡനവും ലഹരി കേസുകളുമൊക്കെയായി മലയാള സിനിമയ്ക്ക് നാണക്കേട് സമ്മാനിച്ചവർ കുറേയുണ്ട്. അതിനിടെയാണ് കൊല്ലം നെടുമ്പാറ വനമേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വെടിവെച്ച് ഇറച്ചി കടത്തിയ കേസിൽ സിനിമാ അസിസ്റ്റന്റ് ഡയറക്ടർ കുരുക്കിലായത്. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ജോജോ കുരിശിക്കലിനെ കണ്ടെത്താൻ വനംവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. കേസിലെ മറ്റൊരു പ്രതി പിടിയിലായതിന് പിന്നാലെയാണ് പ്രധാന പ്രതിക്കായി അന്വേഷണം ശക്തമാക്കിയത്. പത്തനാപുരം റേഞ്ചിലെ അമ്പനാർ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ 2012 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസിൽ 2 പ്രതികളാണ് ഇതുവരെ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇതിൽ അജി എന്നാളെ എറണാകുളം വൈറ്റിലയിൽ വെച്ച് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പിടികൂടുകയായിരുന്നു. ഇതോടെ കേസിൽ മറ്റൊരു പ്രതിയും പ്രധാനിയുമായ ജോജോ മോൻ എന്ന ജോജോ കുരിശങ്കലിനായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അജി പിടിയിലായ വിവരം അറിഞ്ഞതോടെ ജോജോ ബംഗളൂരുവിലേക്ക് കടന്നതായി വനംവകുപ്പ് സംശയിക്കുന്നുണ്ട്. നെടുമ്പാറ വനമേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വെടിവെച്ച് കടത്തി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലാണ് ഇരുവരും പ്രതികളായിരിക്കുന്നത്. 2012 മുതൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെങ്കിലും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സുഖജീവിതം നയിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സിനിമാ മേഖലയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുള്ള ജോജോ വിസ്കി എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്യാനും ശ്രമിച്ചിരുന്നുവെങ്കിലും ചിത്രം പൂർത്തിയായിരുന്നില്ല. സമാന രീതിയിൽ മ്ലാവിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണ്. പത്തനാപുരം മേഖലയിൽ നിന്ന് ശേഖരിച്ച വെടിയിറച്ചി എറണാകുളത്തെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ രീതിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.